പാടി ആരാധിക്കാം. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, സ്വത്താത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, സ്വത്താത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടും അതുകൊണ്ടേ കവിതാവിൽ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടും അതുകൊണ്ടേ കവിതാവിൽ കാത്തിടുമേ. തീയിൽ നാം ആകിലും ചോര നമ്മെ കയ്യിലും ഇമ്മാനുവേൽ നടത്തിടുമേ. തീയിൽ നാം ആകിലും ചോര നമ്മെ കയ്യിലും ഇമ്മാനുവേൽ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, സ്വത്താത്മദായകൻ.
வந்திறங்கி வரமே தந்தருளுமே அன்பினருள் மாறியே வாருமே அன்பரின் நேசம் பொங்கி பாடவே அன்பினருள் மாறியே வாருமே அன்பரின் நேசம் பொங்கி பாடவே தாகம் தீர்ப்பதாலே தேவனாகி பாய்ந்தே செழித்தோங்குதே வானம் திறந்துவே பல்லாவியே வந்திறங்கி வரமே தந்தருளுமே வானம் திறந்துவே பல்லாவியே வந்திறங்கி வரமே தந்தருளுமே Amen.
இருக்கிறேன் என்று சொன்ன தேவனுடைய ஹalleluya எங்க சத்தத்தை எல்லா மக்களும் ஹalleluya ஓர வாஷக்கான வார ஐதோர வாக்கந்தரான அதலான ஷபலான ஓரி கப்பலான நான்கோர வர ஆகான் ஆளுகை ஒற்றுமையாய் வழிநடத்துவீராக சிவானவ ஐதோர அந்த கௌடாதுகர ஓர வாஷகலே ரகன கேர மௌட்ட வாரதிகார வன மௌட்ட வானவ ஹalleluya ஹalleluya பரிசுத்தாவியானவரே உமக்கு ஸ்தோத்திரம் ஹalleluya ஓர வாஷங்கள் கௌடாதிகார അവനായ ദൈവമേ യേശുവേ നല്ല പിതാവേ കർത്താവേ ഈ വിശുദ്ധ ദിനത്തിനായി സ്തോത്രം കർത്താവേ തിരുസന്നിധാനത്തിൽ ദൈവമേ പകൽക്കാലം കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ അങ്ങേ സ്തുതിക്കുവാൻ ഹല്ലേലൂയ ദൈവമേ നൽകിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നപ്പാ സ്തോത്രം പകൽക്കാലം വന്നിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ ഹല്ലേലൂയ സ്തോത്രം 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 പകൽക്കാലം ആരാധനയുടെ അനുഗ്രഹത്തിനായി സ്തോത്രം അതേ സ്തോത്രം വീണാസ്വദിച്ചെടുക്കാൻ വാക്കിൽ പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പകൽക്കാലം വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സ്തോത്രം ദൈവസന്നിധാനത്തിൽ യാഗാകൃതിയോട് കണ്ണുകളെ അടച്ച് ഹൃദയങ്ങൾ ദൈവസന്നിധാനത്തിൽ ഉയർത്തി നാം പാടുമ്പോൾ സ്തുതിക്കുമ്പോൾ ദൈവിക വിടുതലും ദൈവിക ശക്തിയും നമ്മുടെ മേൽ ഇറങ്ങി വരുന്നത് സ്തോത്രം. അത് ഈ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ എപ്പോഴും അതേ നമ്മുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് ദൈവസന്നിധാനത്തിലായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നന്മയും അനുഗ്രഹവുമായിരിക്കും സ്തോത്രം. പകൽക്കാലം ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. പകൽക്കാലം സ്തോത്രം ബലഹീനരായിരിക്കുന്നവരുണ്ട്, അവരെല്ലാവരെയും ദൈവം സൗഖ്യമാക്കട്ടെ സ്തോത്രം സ്തോത്രം. പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യവും 24-ാം വാക്യവും അതേ സ്തോത്രം ഒരാൾക്ക് വായിക്കാം. சிலுவையை பற்றி உபதேசம் கெட்டுப்பொருளுக்கு வைத்தியமாய் இருக்கிறது, ரட்சிக்கப்படுகிற நமக்கு அது தேவ பலனாய் இருக்கிறது. ஆகிலும் யூதரானாலும் கிரேக்கரானாலும் இவர்கள் அழைக்கப்பட்டிருக்கிறார்களோ அவர்களுக்கு கிறிஸ்து தேவ பலனும் தேவ ஞானവുമായി இருக்கிறார். ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയും ആകുന്നു. ജാതികൾക്ക് പോഷത്വവും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമാകുന്ന ക്രിസ്തു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ സ്തോത്രം പിതാവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവനായ ദൈവമേ സ്വർഗ്ഗപിതാവേ പകൽക്കാലം തിരുവചനത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വരുന്നു. ദൈവം ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ദൈവമേ ഹല്ലേലൂയ എല്ലാവർക്കും വിടുതലും അനുഗ്രഹവുമായി തീരട്ടപ്പ. വചനം വിവേചിപ്പാൻ കൃപ നൽകണം. പകൽക്കാലം ഒരുമിച്ച് ഞങ്ങളെ ആശീർവദിയും യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. ദൈവസന്നിധാനത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. എല്ലാ പ്രതികൂലങ്ങളെയും ഉടച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുത ശക്തി മനുഷ്യരുടെ മേലെ വ്യാപരിക്കുവാൻ സ്വർഗം അയച്ച ദൈവത്തിന്റെ കൃപയാണത്. സ്തോത്രം. വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. എന്താണ് ഈ പോഷത്വം എന്ന് പറയുന്നത്? ന്യായം വിധിച്ച് മരണശിക്ഷ നിയമിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന ഒരുവന്
നിന്നെ വെറുതെ വിടാൻ പോകുന്നു എന്നുള്ള ലെറ്റർ കൊണ്ടുവരുന്ന ദൂതുവാകിയെ ആടി ഓടിക്കുന്നതാണ് പോഷത്വം. നമുക്കൊരു വിടുതലുമായി വരുന്ന ദൂതനെ സ്നേഹത്തോട് അംഗീകരിച്ച് സന്തോഷത്തോടത് സ്വീകരിക്കേണ്ടതിന് പകരം ആ ദൂതനെ അപമാനിച്ച് ഓടിക്കുന്നതാണ് പോഷത്വം. ക്രൂശിന്റെ വചനം പാപികളായ എല്ലാവർക്കും വിടുതലിന്റെ ഒരു സത്വർത്തമാനമാണ്. അതിനെ ഭയത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും ഏറ്റുവാങ്ങാതെ അതിനെ ആഴി ഓടിക്കുന്നതാണ് പോഷത്വമായ ജീവിതം. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ, യേശുവേ നിരാജത്വം പ്രാപിച്ചവരുമേ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അവൻ ആ വിടുതലിനെ ഏറ്റുവാങ്ങി. എന്നാൽ ഒരുവനോ നീ ദൈവപുത്രനെങ്കിൽ നിന്നെ വിടുവിക്കുക, ഞങ്ങളെയും വിടുവിക്കുക. ആ വാക്ക് കേൾക്കുമ്പോഴേ ഹൃദയം കഠിനപ്പെടുമോ സ്നേഹമുണ്ടാകുമോ? കഠിനപ്പെടും. വിടുതലുമായി വന്ന യേശുവിനെ അവൻ കൈക്കൊള്ളാതെ ചോദ്യം ചെയ്തു. അവനൊരു വിടുതലോടെ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അവൻ പോഷനായി തീർന്നു. ഇന്നും അഖിലാണ്ടത്തിൽ ഒരു വിടുതലിന്റെ ദൂതുമായി യേശുവിന്റെ ക്രൂശ് മരണം സത്വർത്തമാനമായി മനുഷ്യന്റെ അടുക്കൽ അതെ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ പോഷത്വം മനുഷ്യർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ തിരുവെഴുത്ത് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തി. സ്തോത്രം. ഇനും സ്തോത്രം സ്തോത്രം. ക്രൂശ് എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. മനുഷ്യൻ ശരീരമായും മാനസികമായും ബുദ്ധിപരമായും മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ക്രൂശ്. ഈ ക്രൂശ് ഒരു മനുഷ്യനെ വിടുവിക്കപ്പെടണമെങ്കിൽ അത് വിടുതലുമായി വന്ന യേശുവിന് മാത്രമേ വിടുവിപ്പാൻ കഴിവുള്ളൂ. ലോകത്തിൽ എല്ലാ മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ക്രൂശ് അനുഭവിക്കുന്നവരാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈ കഷ്ടപ്പാടെന്നുള്ളത് അല്ലെങ്കിൽ ക്രൂശ്, കഷ്ടപ്പാടാകുന്ന ഈ ക്രൂശ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ധരണം ചെയ്യുന്നവരാണ്. ദൈവമില്ലെന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമില്ലെന്ന് പറഞ്ഞ് ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ തന്റെ മരണ സമീപമായപ്പോൾ അവന്റെ ഈ വേദന അധികരിച്ചു. ഈ ക്രൂശിന്റെ അനുഭവം ഒരുവൻ ഏറ്റവും അധികം അനുഭവിക്കുന്നത് മരണസമയമാണ്. അല്ലാത്ത ഒരു മനുഷ്യനോട് ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്ര കാര്യമാക്കുകയില്ല. അങ്ങനെ ഈ മനുഷ്യനും ഈ ശാസ്ത്രജ്ഞനും വളരെ വേദന അനുഭവിച്ചു.
തൻ്റെ പ്രാണൻ ശരീരത്തിൽ പോകുകയുമില്ല. തൻ്റെ ഈ വേദന തീരുന്നുമില്ല. ഇങ്ങനെ താൻ വേദനപ്പെടുന്നത് തന്നെ ശുശ്രൂഷിച്ച ആ നേഴ്സ്, ആ സിസ്റ്റർ കണ്ട് ആ സിസ്റ്ററിന് അത് നോക്കി നിൽക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷമായി. ആ നേഴ്സ് ലീവ് എഴുതി വച്ചിട്ട് ഈ മരണം കാണാൻ കഴിയാതെ മാറി നിന്നു എന്നാണ് അതേ സൂത്രം ഞാൻ അതേ കേട്ടിട്ടുള്ളത്. ഏത് മനുഷ്യനും ക്രൂശിനെ മുഖാമുഖമായി കാണുന്നത് തൻ്റെ അവസാന നിമിഷമാണ്. സങ്കീർത്തനം 55 4 വാക്യം ഒന്ന് വായിക്കാമേ. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. മരണഭീതി തന്നെ ഏറ്റവും വലിയ ക്രൂശ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്രൂശ് എന്ന് പറയുന്നത് മരണഭീതിയാണ്. അത് ചെറിയവർക്കും ഉണ്ട്, വലിയവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒന്നാണ്. 1 ശമൂവേൽ 15-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ ഒരു രാജാവ് കൂടെ പറയുന്നു, രാജാവായിരുന്ന രാജാവ് കൂടെ പറയുന്നു, എനിക്ക് മരണഭീതി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ അത് മാറി സന്തോഷമായിരിക്കുന്നു എന്ന്. അമലേക്കിൻ രാജാവാകിയ ആഗാഗെ എന്നിടത്തിൽ കൊണ്ടുവരുங்கள் என்றான். ஆகாக் சந்தோஷமாய் அவனிடத்தில் வந்து மரணத்தின் கசப்பு அற்று போனது நிச்சயம் என்றான். ശമൂവേൽ അമലേക്യ രാജാവായ ആഗാഗിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ഈ രാജാവ് ശമൂവേലിന്റെ അടുക്കൽ എന്ന് പറയുന്നു, ഇപ്പോൾ ഞാൻ മരണഭീതി മാറി സന്തോഷമായിരിക്കുന്നു. മരണഭീതി ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് മരണഭീതി. മരണഭീതി നീങ്ങിപ്പോയെന്ന് ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയണമെങ്കിൽ യേശുവിനുള്ള വിടുതൽ അനുഭവിച്ച ഒരു വ്യക്തിക്ക് നിശ്ചയമായി പറയുവാൻ കഴിയും. അല്ലാതെ ഒരുവൻ പറഞ്ഞു കഴിഞ്ഞാലും അതവൻ അടുത്ത നിമിഷം വീണ്ടും അനുഭവിക്കേണ്ടി വരാം. ഇവിടെ പറഞ്ഞ ഈ ആഹാങ്ങനായ ഈ രാജാവ് യേശു ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതല്ല, മാനുഷികമായവന് തോന്നിയതാ. ശരിയായ ഒരു വിടുതൽ യേശുവിന്റെ അടുക്കൽ നിന്ന് വരണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. എന്നാൽ യേശുവിലൂടെയുള്ള സത്വർത്തമാനം കേട്ട് അത് രക്ഷയായി കരുതുന്നവന് അതൊരു വിടുതൽ തന്നെയാണ്. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 14-15 കൂടെ ഒന്ന് വായിക്കാമേ. മക്കൾ ജഡരിത്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശുവും അവരെ പോലെ ജഡരിത്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മതി. യേശുവിലൂടെയുള്ള വിടുതൽ എന്ന് പറയുന്നത് ജീവപര്യന്തം മരണഭീതിയിലായിരിക്കുന്നവർക്ക് നൽകുന്ന വിടുതലാണ് ശരിയായ വിടുതൽ. ഇത് യേശുവിന് മാത്രമേ സാധ്യമുള്ളൂ.
ശരിയായ സത്യമായ വിടുതൽ യേശുവിലൂടെ ലഭിക്കുന്നതാണ്. മനുഷ്യന്റെ മരണഭീതിയെ സ്വയം ക്രൂശിൽ യേശു ഏറ്റെടുത്തതാണ് ക്രൂശ് മരണം. ഏത് മനുഷ്യന്റെയും പാപത്തെ നീക്കി രക്ഷയായി അവന് രക്ഷ പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ സന്തോഷത്തിനായി, അവന്റെ സമാധാനത്തിനായി, അവന്റെ ഭയം മാറ്റുവാൻ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തതാണ് ക്രൂശ് മരണം. ഹല്ലേലൂയ. ഒന്നാമതായി അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. രക്ഷിക്കപ്പെടുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിച്ച യേശുവേ, അങ്ങേനോട് വസിക്കണം, അങ്ങേനെ സഹായിക്കണം, അങ്ങേക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ ഏറ്റുകൊള്ളുന്നവർക്കാണ് ഈ ശരിയായ വിടുതൽ ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് യെശയ്യാവ് നേരത്തെ പ്രവചിച്ചു വെച്ചിരുന്നു. യെശയ്യാവ് 45-ാം അധ്യായം 22-ാം വാക്യം ഒരാൾ വായിക്കും. ഭൂലോകത്തിലുള്ള സകല മനുഷ്യർക്കും യേശു ക്രിസ്തുവിനോടുള്ള ഈ രക്ഷ ആവശ്യമാണ്. അതാണ് അവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. അപ്പോൾ യേശുവിലേക്ക് തിരിയുന്ന ഏതോ മനുഷ്യനാണ് യേശു ഈ മരണഭീതി വിടുവിച്ച് സ്വർഗീയ പ്രത്യാശ അവന് നൽകുവാൻ യേശു മതിയായ ദൈവമാണ്. യേശു ദൈവം, യേശു അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറയുമ്പോൾ യെശയ്യാവ് അവിടെ അങ്ങനെയാണ് പറയുന്നത്, ഞാനില്ലാതൊരു ദൈവമില്ലല്ലോ. ഇത് പറയുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു ദൈവമെങ്കിൽ എന്തിന് കുരിശിൽ മരിച്ചത്? മരിക്കാതെ മനുഷ്യനെ വിടുവിച്ചുകൂടായോ എന്ന്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഉരുക്ക്, ഇരുമ്പ്, വെങ്കലം, വെള്ളി, പൊന്നിങ്ങനെയുള്ള ലോക വസ്തുക്കൾ തീയിലിടാതെ അതിനൊരു ആയുധമോ ഒരു ഉപകരണമോ ആക്കി മാറ്റാൻ കഴിയുമോ? ഉത്തരം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉരുക്കും ഇരുമ്പും വെങ്കലും ഒക്കെ തീയിലിടാതെ നമ്മുടെ ആവശ്യത്തിന് തന്നെ അടിച്ച് വളച്ച് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പായുധമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഉപകരണ വസ്തുവായിട്ട് മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ കല്ലായ മനുഷ്യന്റെ ഹൃദയം, ദുഷ്ടത നിറഞ്ഞ ഹൃദയം, കോപവും മത്സരവും വഞ്ചനയും നിറഞ്ഞ ഈ ഹൃദയം കഷ്ടതയാകുന്ന തീച്ചുളയിലൂടെ കടത്തിവിടാതെ മനുഷ്യന് ഒരു നല്ല ഉപകരണമായി മാറ്റുവാൻ, നല്ലൊരു വ്യക്തിയായി മാറ്റുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. അങ്ങനെ
എടുക്കുവാൻ മനുഷ്യന് വേണ്ടി യേശു ഏറ്റെടുത്തതാണ് ക്രൂശ് മരണം. യെശയ്യാവിന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന് കഷ്ടതയാകുന്ന തീച്ചൂളയിലൂടെ കടത്തി വിട്ടാൽ അവന്റെ ഹൃദയം എങ്ങനെയാവും അറിയുമോ? മാംസള ഹൃദയമാവുന്നു. മാംസള ഹൃദയം. അവന്റെ ഹൃദയം പുതിയൊരു ഹൃദയമാവുന്നു. പുതിയൊരു ഹൃദയം. അവന്റെ ഹൃദയത്തിൽ പുതിയൊരു ആത്മാവ് വസിക്കുന്നു. പുതിയൊരു ആത്മാവ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രതികൂലം വരുമ്പോൾ യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ വീഴണം. കേട്ടോ, മത്സരിക്കുന്നത്, കല്ലാക്കുന്നത്, ദൈവമേന്ന് താഴെ, ദൈവമേന്ന് അടുത്തു പോകാത്തത് പോഷത്വമാണ്. പ്രതികൂലമാകുന്ന തീച്ചൂളയിൽ പോകുമ്പോൾ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അടുത്തു പോകണം. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവ ശക്തിയാകുന്നു. പ്രതികൂലം വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് കണ്ണുനീരോട് പോയിട്ടുള്ള എല്ലാവരുടെ മേലും ദൈവം കൃപ പകർന്നിട്ടുണ്ട്. ദൈവം ശക്തി പകർന്നിട്ടുണ്ട്. ദൈവം ഉയരത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറക്കിയിട്ടുണ്ട്. പ്രതികൂലത്തിൽ ഒരു ദൈവം ഇത് ചെയ്യേണ്ടത് താഴ്മയോടെ യേശുവിന്റെ അടുക്കൽ പോകണം. താഴ്മയോടെ യെശുവിന്റെ അടുക്കൽ പോകണം. ഹല്ലേലൂയ. உங்களுக்கு அவமான இதயத்தை கொடுத்து உங்கள் உள்ளத்திலே புதிதான ஆவியை கட்டளையிட்டு. എസെക്കിയേൽ 36:26 പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. உங்கள் உள்ளத்திலே புதிதான ஆவியை கட்டளையிட்டு. പുതിയൊരു ആത്മാവിനെ തരും. கல்லான இதயத்தை உங்கள் மாம்சத்திலிருந்து எடுத்து போட்டு சதையான இதயத்தை உங்களுக்கு கொடுப்பேன். മാംസളമായ ഒരു ഹൃദയം തരും. കല്ലായ ഹൃദയം എടുത്തങ്ങ് മാറ്റുക. അപ്പോൾ ഒരു വ്യക്തി ക്രൂശ് ധരം അനുഭവിക്കുമ്പോൾ, ഒരു ദൈവവൈതലാണെങ്കിൽ ദൈവസന്നിധാനത്തിൽ തന്നെ വീഴും. കർത്താവേ നീ അല്ലാതെ ആരുമില്ല. ഇത് ഈ പ്രായപക്വതയായവരായാലും ദൈവമേ എന്നെ ഇനി വിടുവിക്കാനോ എന്നെ സഹായിക്കാനോ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതെ ദൈവമേ നീ തന്നെ ഉണ്ടെന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ അങ്ങ് വീഴാം. അപ്പോൾ ആ ക്രൂശ് മുഖാന്തരം, ആ തീച്ചുള മുഖാന്തരം അവന് രക്ഷയായത് മാറും. അതാണ് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. അതിനെക്കുറിച്ച് ഒരു പാട്ടുകാരൻ പാടിയത് ഇങ്ങനെയാണ് സൂത്രം: ഇമ്മാനുവേലിൻ്റെ തമൂറ്റതോ, പാപം പോക്കും ജീവൂറ്റതോ, അല്ലെലൂയ ഭാരതോ, കൽവാരിയിലേറതോ, 5-6 കോടി ഓടുതേ, അൻപിൻ ഇൻപ വെള്ളം പെരുകുതേ, അൻപിൻ ഇൻപ വെള്ളം പെരുകുതേ. പാപിയാന കള്ളനും ഔറ്റിൽ മുഴുകിനാൻ, പാപമന്നിപ്പാനന്ദം കണ്ടു പൂരിത്താൻ. പാപിയാന കള്ളനും ഔറ്റിൽ മുഴുകിനാൻ, പാപമന്നിപ്പാനന്ദം കണ്ടു പൂരിത്താൻ. ഇമ്മാനുവേലിന്റെ തമൂറ്റതോ, പാപം പോക്കും ജീവ ഊറ്റതോ, അല്ലെലൂയ ഭാരതോ, കൽവാരിയിലേറതോ, 5-6 കോടി ഓടുതേ, അൻപിൻ ഇൻപ വെള്ളം പെരുകുതേ, അൻപിൻ ഇൻപ വെള്ളം പെരുകുതേ. പാവി എന്നിൽ കൊണ്ട ദേവ അൻപിൻ അകലമേ, നീള ആഴ ഉയരം നിന്നും മറന്നു ചെല്ലവേ. പാവി എന്നിൽ കൊണ്ട ദേവ അൻപിൻ അകലമേ, നീള ആഴ ഉയരം ഇന്നും മറന്നു ചെല്ലവേ.
ക്രൂശിനെ നോക്കി പാർക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലും ഒഴുകി വരുന്നതാണ് അതേ സുതരം, അത് ജീവജലത്തിന്റെ നദി, ദൈവശക്തി. അതേറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷയ്ക്കായി ദൈവശക്തിയായി ഇറങ്ങി വരിക. രണ്ടാമത് പറയുന്നത് വിളിക്കപ്പെട്ടവർക്ക് ക്രൂശ് ദൈവ ശക്തിയാകുന്നുവെന്ന്. 1 കൊരിന്ത്യർ 1-ാം വാക്യം. വിളിക്കപ്പെട്ട ഏവർക്കും ക്രൂശ് ദൈവ ശക്തിയായി വെളിപ്പെടുന്നു. 1 കൊരിന്ത്യർ 1:24 മലയാളത്തിൽ മുൻപ് വായിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ജാതികൾക്കോ പോഷത്വമെങ്കിലും യഹൂദന്മാരായാലും യവനന്മാരായാലും ശരി, സ്തോത്രം. ഞാനത് വായിക്കാം. സ്തോത്രം. ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി. വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി. സ്തോത്രം. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി, വിളിക്കപ്പെട്ടവർക്ക് ദൈവശക്തി. ആരാണ് ഈ വിളിക്കപ്പെട്ടവർ? യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിച്ച്, യേശു കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, ഈ ഭാരം മാറ്റണമേ, ഈ വ്യാധി മാറ്റണമേ, എൻ്റെ ഈ അസ്വസ്ഥത മാറ്റിത്തരണമേ, എൻ്റെ പ്രതികൂലം മാറ്റിത്തരണമെന്ന് യേശുവിൻ്റെ അടുക്കൽ ഓടി വരുന്ന ജനം, ഇവരെല്ലാവരും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ്. യേശുവിലൂടെ രക്ഷയുണ്ടെന്നുള്ള സത്വർത്തമാനം കേൾക്കുമ്പോൾ യേശുവേ എന്ന കണ്ണുനീരോട് താഴ്മയോട് ഓടി വരുന്ന സകല ജനവും വിളിക്കപ്പെട്ട ജനമാണ്. വിളിക്കപ്പെട്ടവർക്കും ഒരു ദൈവശക്തി സ്വർഗം നൽകിയിരിക്കുന്നു. യഹൂദനായാലും യവനനായാലും ആരായാലും വിളിക്കപ്പെട്ടവർക്കൊരു ദൈവശക്തി ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. ഹൃദയം മാത്രം തുറന്നു കൊടുക്കണമേ. പൂർണ്ണാത്മാവോട് മനസ്സോട് യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറയണമേ. ഹൃദയം തുറന്നു കൊടുത്താൽ മതി. അവിടെ മേലെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇവർ യേശുവിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലെ സകല ശക്തികളും ചിലപ്പോൾ ഇവർക്ക് എതിരായി എന്ന് വരാം. ഒരു ശരിയായി പൂർണ്ണ ഹൃദയം യേശുവിന് കൊടുത്തു കഴിയുമ്പോൾ ഇത് സാത്താൻ അറിയാം. ഇവർ ഒന്നുകിൽ പവനക്കാരെ എതിരായി ഇളക്കിവിടും, അല്ല എങ്കിൽ ബന്ധുക്കളെ ഇളക്കിവിടും, അല്ല എങ്കിൽ ഇവർ എവിടെ ആയിരുന്നുവോ ആ കൂട്ടരെ ഇളക്കിവിടാം. പ്രതികൂല ശക്തി ഇവരെ ഒന്ന് വീശാൻ ആരംഭിക്കും. വിശ്വാസമുള്ള കോതമ്പ് മണിക്ക് പറക്കയില്ല, അത് ആ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാം. ഇവരാണ് വിളിക്കപ്പെട്ടവർ. ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ നിറച്ച് അനുഭവങ്ങൾ എനിക്കിതിൽ പറയാനുണ്ട്. പക്ഷേ ഇത് ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ അവരിത് കേൾക്കുമോ എങ്കിൽ അത്ര ശരിയാകും. അതുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ, പുനലൂർ ബൈബിൾ കോളേജിൽ പഠിച്ചൊരു സഹോദരനാണ്. ജോസ് എന്നാണ് പേര്. തൻ്റെ കുടുംബം മീൻ പിടിച്ച് കച്ചവടം ചെയ്ത് ഉപജീവനം കഴിക്കുന്നവരാണ്.
ഇവർ യേശുവിനെ അറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ ആത്മീക സഭയിൽ വന്നു. ഇവരുടെ സമൂഹം എല്ലാം എതിരായി. മീൻപിടുത്ത ജാതിയിൽപ്പെട്ടവരാണ്. ഇവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം അവർ വിൽക്കുന്ന ചന്തയിൽ അവരെ വിൽക്കാതെയാക്കി. ആ ചന്തയിൽ നിന്നവരെ അതെ പുറത്താക്കുന്ന അനുഭവം ഇവർ വളരെ ദുഃഖിച്ചു. ഇവിടെ ഉപജീവന മാർഗമാണ്. ഇവർ ഈ മീന് നടന്ന് ദൂരത്തിൽ ചെന്ന് ഇരുന്ന് ഈ മത്സ്യം വിറ്റ് വന്ന് ചിലവ് കഴിക്കും. ഇങ്ങനെ ഇവർ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. ഇവരുടെ ഹൃദയം ദൈവസന്നിധാനത്തിൽ ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ആര് ഹൃദയം തുറന്ന് ദൈവമേ എന്ന് വിളിക്കുന്നുവോ അവിടെ മേലെ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് വിളിക്കപ്പെട്ടവരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. വിളിക്കപ്പെട്ടവരുടെ മേലെ വ്യാപരിക്കുന്ന ശക്തി. അതാണ് ഇവിടെ പറയുന്നത്. വിളിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയായി യൗവനനായാലും യഹൂദനായാലും വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി. ഇങ്ങനെ ഒരു വീട്ടുകാർ ഇതുപോലെ ആത്മാവിലായി. അപ്പോഴാ വീട്ടിലെ അമ്മയ്ക്ക് എന്ത് ചെയ്തെന്നറിയാമോ? പ്രാർത്ഥിച്ച ആത്മാവ് കിട്ടി, പ്രവചനവരവും കിട്ടി. പ്രവചനവരും വരം കിട്ടിയപ്പോൾ എന്തായെന്നറിയാമോ? ഒരു കൂട്ടം പകച്ചെങ്കില് ചുറ്റുപാടുമുള്ള ഒരു വലിയ ആത്മീയ കൂട്ടർ ഇവരെ വളരെ സ്നേഹിച്ചു. ഇവർക്കുള്ളത് 4 പെൺമക്കളാണ്. താമസമന്യേ നല്ല കുടുംബത്തിൽ നിന്ന് 4 പേര് വന്നോ പിള്ളേരെ ഇഷ്ടപ്പെട്ടങ്ങ് കൊണ്ടുപോയി, കൊടുത്തത് വാങ്ങിക്കൊണ്ടുപോയി. ദൈവശക്തിയിൽ ഒരുവൻ നിറയുമ്പോൾ അവന്റെ ആത്മീക കാര്യം മാത്രമല്ല അവന്റെ ഭൗമിക കാര്യവും ദൈവം ഏറ്റെടുക്കുക. അതാണ് വായിച്ച വേദഭാഗത്തിൽ പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. അപ്പോൾ വിളിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി പകരുന്നതോടുകൂടെ അവർക്ക് എന്ത് ആവശ്യമോ അതുകൂടെ സ്വർഗം നൽകും. അതാണ് ക്രിസ്തു. ഹല്ലേലൂയ. ആ ബാക്കി എത്ര നന്നായി എഴുതി വെച്ചിരിക്കുന്നു നോക്കുക. യവനനാകട്ടെ യഹൂദനാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ഒരു ശക്തി പകരുമ്പോൾ തന്നെ ഒരു അനുഗ്രഹവും കൂടെ വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവശക്തി പ്രാപിച്ചില്ലെങ്കിൽ അതെ നിങ്ങൾക്കെതിരായി വിരൽ ചൂണ്ടുന്ന പാപശക്തിയോട് എതിർത്ത് നിൽക്കുക. നിങ്ങളിൽ ഒരു പുതിയ ശക്തി ഇറങ്ങി വരും. ഹല്ലേലൂയ. അതെ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ശക്തികൾ മാറിപ്പോകും. നിങ്ങൾ ആത്മാവിനാൽ നിറയുക. നിങ്ങളിൽ ദൈവശക്തി നിറയുക. നിങ്ങളിൽ ദൈവശക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി മാറുക. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയായി. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമേ ശ്രോതാക്കളെ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യം. വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മലയാളത്തിൽ വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവത്തോടുകൂടെയുള്ള ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദേവനുடைய ஜனங்களோட துன்பத்தை
അനുഭവിப்பതே தெரிந்து கொண்டு തുன்பം അനുഭവിക്കുന്നത് തിരിഞ്ഞെടുത്തു. അപ്പോൾ ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? എല്ലാ മനുഷ്യരും സ്വർഗത്തേക്ക് ഒന്ന് നോക്കും. കഷ്ടം വരുമ്പോൾ എല്ലാവരും നോക്കും. യേശുവേ എന്ന് സ്വർഗത്തിൽ നോക്കുമ്പോൾ അവിടെ വരെ ഇറങ്ങി ഒരു ശക്തി വരും. മോശ ഈജിപ്റ്റ് നദിയിൽ ഒഴുക്കി വിട്ട് ചാകേണ്ടവനായിരുന്നു. ഇവനെ ദൈവം വളരുമാറാക്കി. മോശ എന്ത് ചെയ്തതെന്നറിയാമോ? അതുകൊണ്ട് മിസ്രൈമിലുള്ള സുഖലോലുപത്വമായ ജീവിതം വേണ്ട, എന്നോട് വിട പറഞ്ഞു. അവൻ സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിച്ച് ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അനന്തരഫലം എന്ത് നടന്നറിയാമോ? ഒരു വലിയ കൂട്ടത്തെ ഫറവോന്റെ കസ്റ്റഡിയിൽ മരിച്ചു മൺമറയാതെ നിത്യജീവനുണ്ടാകുവാൻ ചെങ്കടലിനെ പിളർന്ന് അക്കരെ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഈ ലോക ഇൻപങ്ങളും ഈ ലോക നന്മകളെയും ഒന്ന് വെറുത്ത് യേശുവേ എന്ന് വിളിച്ചാൽ വലിയൊരു നന്മ നിശ്ചയമായി ഒരു ദൈവവേദനയിലെ വരുന്നവനെ അല്ലെങ്കിൽ അനുസരിക്കുന്നവനെ പിന്തുടരുമെന്നുള്ളത് ഈ തിരുവെഴുത്ത് സത്യം ഉറപ്പിച്ചു പറയുകയാണ്. വിളിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം 4-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം. അവർ യേശു ക്രിസ്തു മരിച്ചവരിൽ എഴുന്നതിനാലേ അഴിയാതതും മാസറ്റതും വാടാതതുമാകിയ സുഗന്ധത്തിற்கு ഏതുവാக ഈ വിളിക്കപ്പെട്ടവർക്കുടെ നന്മ എന്തെന്നറിയാമോ? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ ഇവർ കാക്കപ്പെടുകയാണ്. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ദൈവശക്തിക്ക് ഈ വിളിക്കപ്പെട്ടവര് ആത്മാവിന്റെ ശക്തിയിൽ കാക്കപ്പെടും. ഈ ആത്മശക്തി പ്രാപിച്ചവര് ആത്മശക്തി വിട്ടു പോകരുത്. ആത്മാവെന്ത് പറയുന്നുവോ? കർത്താവേ, യേശുവേ, ഞാനത് ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മശക്തിയെ തങ്ങളുടെ ഉള്ളങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളണം. സൂക്ഷിച്ചാൽ ഇവർ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വിശ്വാസത്താൽ കാക്കപ്പെടും. ഹല്ലേലൂയ. ദൈവശക്തി വിട്ടു പോകരുത്. ദൈവശക്തി നിൽക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നിന്നാൽ മതി. ഹല്ലേലൂയ. ഇവർക്കായി ഒരു ദൈവം ഒരുക്കുന്ന ഒരു രക്ഷയുണ്ട്. ഹല്ലേലൂയ. അതൊരു ദൈവവൈതലിന് ഈ ലോകത്തിൽ സമ്പാദിപ്പാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ക്രൂശ് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. 2, വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തി. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ക്രൂശിൽ കൂടെയാണ്. യേശുവിൻ്റെ ക്രൂശിൽ കൂടെ. ക്രൂശിൻ്റെ പങ്കാളിത്തം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്രൂശിൻ്റെ അനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ആ മാറയെ മധുരമാക്കിക്കൊള്ളണം. ഏത് മാറയുടെ അനുഭവം വരുന്നുവോ, ഏത് ക്രൂശിന്റെ അനുഭവം നമുക്ക് നേരായി വരുന്നുവോ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിനാൽ അത് നമുക്ക് മധുരമാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്നെ വാക്ക് അവസാനിപ്പിക്കും. സ്തോത്രം. സങ്കീർത്തനം 34:19 ദൈവ മക്കളുടെ ക്രൂശ് നീതിമാനുക്ക് വരും തുன்பങ്ങൾ അനേകമായിരിക്കും. കർത്തർ അവകൾ എല്ലാവற்றும் നിன்று അവനെ വിടുവിപ്പാർ. ദൈവ മക്കൾക്ക് ക്രൂശിന്റെ അനുഭവമുണ്ട്. ദൈവമക്കൾക്ക് ക്രൂശുണ്ട്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്നും എനിക്ക് കഷ്ടമാകുന്ന ആരും ചോദിക്കല്ലേ. കഷ്ടമുണ്ട്,
അതിനെ മധുരമാക്കാൻ യേശുവിന്റെ ക്രൂശ് ഒരുക്കമുള്ളതാണ്. സ്വന്തം യേശുവിന്റെ ക്രൂശിൽ കൂടെ നമുക്ക് വരുന്ന ക്രൂശിനെ മധുരമാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതാണ് അവിടെ പറയുന്നത്. നീതിമാന് വരുന്ന അനർത്ഥങ്ങൾ അനേകം ആയിരം. അറിവില്ലാതെ ഇന്ന കൃപയുണ്ട്, വരമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച അവർക്ക് സുഖമാവുന്നു, ഇവർക്ക് സുഖമാവുന്നു, എനിക്കെന്തുകൊണ്ട് ചോദ്യം ചോദിക്കല്ലേ. ചോദിച്ച മറ്റേ കള്ളൻ ചോദിച്ചില്ലേ, നീ ദൈവപുത്രനെങ്കിൽ നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിരെ. ചോദിക്കല്ലേ. നീതിമാൻ അനർത്ഥങ്ങൾ അനേകം ആയിരം. ഒരു ലോക മനുഷ്യനെങ്കിൽ ഈ അനർത്ഥങ്ങളിൽ എന്ത് ചെയ്യുമെന്നറിയുമോ? ഇവിടെ പെട്ടങ്ങ് പോകും. ദൈവം ഇതിൽ പോകില്ല. രണ്ടിന്റെ വ്യത്യാസം അതാണ്. ദൈവമക്കൾ പോകയില്ല. ഏത് പ്രതികൂലം വന്നാലും പിറവിറക്കാതെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ യേശുവിന്റെ മുഖം നോക്കുന്ന ഒരു ദൈവവൈതൽ അനർത്ഥങ്ങളിൽ മുഴുകി പോകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയാതെ ഉള്ളതിന് നന്ദി പറയാം. വയസ്സായി ഇത്തിരി പ്രായമൊക്കെ 50-60 കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് പരാതികൾ കാണും. അപ്പോൾ വിചാരം പറഞ്ഞിട്ട് ദൈവമേ തന്നിരിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം. തരാത്തതൊന്നും നോക്കരുത് കേട്ടോ. നീതിമാന് വരുന്ന കഷ്ടങ്ങൾ അനർത്ഥങ്ങൾ അനേകായിരം. ലോകക്കാരന് ഒന്ന് വരും, അതുകൂടെ അടിച്ചവനൊക്കെ പോകും. ദൈവം ഇതിലുണ്ടല്ല, ഒന്ന് വരും കൊണ്ടുപോകില്ല. മേലെ ഉത്തരവ് വരണ്ടേ, 2 വരും, അതും കൊണ്ടുപോകില്ല. 3ാമത്തെ കഷ്ടം വരും, അതും കൊണ്ടുപോകയില്ല. ഇങ്ങനെ 1000 കഷ്ടം വരുമോ? ദൈവം പറയാതെ വേണ്ടത് പോകില്ല. ഹല്ലേലൂയ. നമ്മുടെ സമപ്രായക്കായവര് ഒക്കെ എല്ലാം ഒരേന്ന് വെച്ചോണ്ടിരിക്കുക. നമ്മെ ദൈവം എന്തിനാ ഇത്രയും സുഖത്തോട് വെല്ലത്തോട് ചിരിക്കേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സാത്താനോ പിശാചോ ഈ ലോകത്തിലെ ഇരുട്ടിന്റെ ശക്തികൾക്കോ നമ്മെ ഒന്നും ചെയ്യുവാൻ അതിന് അധികാരമില്ല. നമ്മെ രക്ഷിച്ച ദൈവശക്തി നമ്മളിലുണ്ടെങ്കിൽ കർത്താവിന്റെ ഉത്തരവില്ലാതെ അത് ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്തോത്രം. ഒരു ദൈവവൈതലിനെ കാക്കുവാൻ ദൈവം ശക്തനാണ് കേട്ടോ. സ്തോത്രം. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 46:4 വായിക്കാമോ? യെശയ്യാവിന്റെ உங்கள் முதிர் வயது வரைக்கும் நான் அப்படி செய்வேன். நரை வயது மட்டும் நான் உங்களை தாங்குவேன். நான் அப்படி செய்து வந்தேன். இனிமேலும் நான் ஏந்துவேன். நான் சுமப்பேன், தப்புவிப்பேன். ഞാനത് മലയാളത്തിൽ വായിക്കാം. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യൗവനപ്രായത്തിൽ, കൊച്ചുപ്രായത്തിൽ യേശുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യം വരെ ദൈവം മാറ്റമില്ലാത്തവനായി അനന്യനായി നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഞാനിത്ര സന്തോഷമായി നിൽക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ 15-18 വയസ്സിന് ഇതിൻ്റെ ഇടയിൽ ഞാൻ പ്രാർത്ഥിച്ച് ദൈവകൃപയിലായൊരു വ്യക്തിയാണ്. ഇന്നെനിക്ക് വയസ്സ് 65 കഴിഞ്ഞ് കേട്ട. എൻ്റെ അന്നത്തെ പ്രത്യാശയിൽ കൂടിയതല്ലാതെ ഇന്ന് വരെ കുറഞ്ഞില്ല. മനസ്സിലാക്കണം, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. ഇതുവരെ ദൈവം മാറിയില്ല കേട്ടോ. അന്നത്തെ ദൈവ ആ വിശ്വാസവും സ്നേഹവും അന്നത്തെ ആ ദൈവ തല്ലിയ ശക്തിയിൽ വളർന്നു വന്നിട്ടുള്ളതേ ഉള്ളൂ.
അന്ന് തുടങ്ങിയ പ്രാർത്ഥന ഇന്ന് വളർന്നിട്ടുള്ളതേ ഉള്ളൂ. കഷ്ടമെന്ന് പറയുന്നത് ഇതുവരെ കുറഞ്ഞിട്ടുമില്ല. കഷ്ടമെന്ന തീച്ചൂട കുറഞ്ഞില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കണ്ണുനീരിന്നും കുറഞ്ഞിട്ടില്ല. അങ്ങനെ കൊച്ചുപ്രായത്തിൽ ഹൃദയം കൊടുത്തവർക്ക് അവസാന പീരീഡ് വരുമ്പോൾ ചിരിച്ചും കൊണ്ട് നിൽക്കാൻ പറ്റും കേട്ടോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ നിൽപ്പാൻ കഴിയും. നോക്കുക, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, വാക്കുമാറാത്തവൻ, അന്ന് അങ്ങനെ ഉള്ളവൻ, ഉവ്വ് എന്ന് പറഞ്ഞവൻ എന്നും ഉവ്വ്. എത്രയോ മനുഷ്യർ വാക്കുമാറിപ്പോയി, എത്രയോ മനുഷ്യർ തെറ്റൊന്നുമില്ലാതെ കുറ്റം ചുമത്തി പോയി, എത്രയോ മനുഷ്യർ പലതും കണ്ട് പലതും എന്ന് പറഞ്ഞു പോയി. യേശുവിന്റെ വാക്കൊന്നും മാറിയില്ല. നിങ്ങൾ നരയ്ക്കോളം ഞാൻ ചുമക്കും. നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് പോയി കേട്ടാ. ഇന്ന് ചുമക്കുന്നില്ലേ? ഇന്ന് ചുമക്കുന്നില്ലേ? ജ്യേഷ്ഠനും പോയി, അനിയനും പോയി, എല്ലാവരും പോയി. ഇന്നും ചുമക്കുന്നില്ലേ? ദൈവത്തിന്റെ വചനം എത്ര സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതേ സ്വതന്ത്രം, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. നരയ്ക്കുവോളം ചുമക്കും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട്, ദൈവമേ അങ്ങ് തന്നെ എനിക്കുള്ളൂ, വേറെ ആരുമില്ലെന്ന് പറയാമെങ്കിൽ കർത്താവിന്റെ വാഗ്ദത്തം ഇന്നും മാറ്റമില്ല, ഇന്നും മാറ്റമില്ല. ഹല്ലേലൂയ. നിങ്ങൾ നരയ്ക്കോളം ചുമക്കും. അടുത്ത ചുമക്കം ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. നോക്കുക, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. ചുമ്മാ പറയുന്നതല്ല. സ്വർഗത്തിൽ അദ്ദേഹം പറയുന്നത് ഞാനത് ചെയ്തിരിക്കുന്നു. യോശുവയും കാലേബും എങ്ങനെ? അവര് കാലേബ് പറഞ്ഞില്ല, എനിക്ക് ഇത്ര വയസ്സായി, ഇന്നും എന്റെ ബലം കുറഞ്ഞില്ല. ഒരു വശത്തൂടെ ആത്മീക ബലം കുറിക്കാം, പക്ഷേ അവിടെ നിന്നൊക്കെ യുദ്ധത്തിന്റെ കാലങ്ങളാണല്ലോ. പഴയ നിയമകാലമെല്ലാം അടിയും പിടിയും യുദ്ധം ചെയ്ത് ജയിക്കുന്ന കാര്യമാണല്ലോ. പക്ഷെ ശാരീരിക ബലവും അതിനകത്ത് വരും. യേശുവിനായി ജീവിക്കണം കേട്ടോ. ദിവസവും ഈ ജീവിതത്തിന്റെ രഹസ്യം എന്തെന്നറിയാമോ? വിശ്വാസ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്തെന്നറിയാമോ? അതിന്റെ രഹസ്യം നാം യേശുവും ഒരുമിച്ചിരിക്കുന്ന സമയമാണ് അതിന്റെ രഹസ്യം. ആരെങ്കിലും വിശ്വാസത്തിൽ നിൽക്കുന്നോ, സന്തോഷത്തോടെ നിൽക്കുന്നോ, ആനന്ദത്തോടെ നിൽക്കുന്നു എങ്കിൽ അവർ ആദ്യം തുടങ്ങിയ പ്രാർത്ഥനയെക്കാളും ഇന്ന് അവരുടെ പ്രാർത്ഥനയുടെ സമയം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ബലം കുറഞ്ഞില്ല എന്ന് പറയും. കാരണം അതാണ്. നരയ്ക്കുവോളം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അടുത്ത് പറയുന്നത്, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രം. ഒരു മനുഷ്യന് വാർദ്ധക്യത്തിൽ എന്തു വേണം? അത് എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നമ്മുടെ സ്വർഗീയ ദൈവമേ, അപ്പാ, പിതാവേ എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്ത് വേണമോ ചെയ്ത് തരുവാൻ കഴിവുള്ള ദൈവമാണ്. ഇത്രയും വർഷത്തിന്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം എനിക്ക് ദോഷമായി ഒന്നും ചെയ്തിട്ടില്ല. ദോഷമായിട്ടുള്ളത് വന്നിട്ടുണ്ട്, ദോഷമായി ഒന്നും ചെയ്തിട്ടില്ല. യോസഫ് ഇതാ കാരാഗൃഹത്തിൽ കിടക്കുന്നു. യോസഫിന് പറയാ, ഞാൻ കൊച്ചുപ്രായത്തെ ദൈവദർശനം പ്രാപിച്ചവൻ, ദൈവമേ നിന്റെ വഴി വിട്ടൊന്നും ചെയ്തില്ല, ഞാൻ ഈ കാരാഗൃഹത്തിൽ വന്നു. യോസഫ് അത് പറഞ്ഞില്ല. യോസഫ് അവിടെ ഇരുന്നൊരു പുതിയ ശക്തി നിറയുവാൻ നോക്കി. ഒരു ദൈവ പൈതലിന്റെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും ദൈവശക്തിയിൽ നിറയുവാൻ നോക്കുക എന്നുള്ളതാണ്. അതാണ്
ഒരു ദൈവത്തിന്റെ വിടുതലായ ജീവിതം. കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ യോസഫിന് വിടുതലുണ്ടായത് അങ്ങനെയാണ്. പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചു. ആ ദൈവകൃപ കൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ നിർത്തി. അവിടുത്തെ ധനകാര്യ മന്ത്രിയായി. യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് സംഭവിച്ചോ കൊണ്ട് പസ്മോദ്വീപിൽ നാട് കടത്തി. അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? പ്രവൃത്ത ഇല്ല. വിശുദ്ധ ദിനത്തിൽ ആത്മനിറവിലാകാൻ പരിശ്രമിച്ചോ? ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ വരുമ്പോഴെങ്കിലും ഒന്ന് ആത്മാവിൽ നിറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? പാട്ട് തീർന്നോടനെ കണ്ണു തുറന്നിരുന്ന് നോക്കിയിരിക്കുന്നവര് ആത്മാവിലാകാൻ തയ്യാറുള്ളവരല്ല. എപ്പോഴീ ഭാഷ തീർക്കും, എനിക്കിത്തിരി പോണമെന്നുള്ളവരാണ്. ആദ്യ ജീവിതത്തിൽ ഒരു പുണ്യവുമില്ല. ദൈവസന്നിധാനത്തിൽ വന്നാൽ തീരും വരെ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. ഈ പ്രസംഗത്തിൽ മാത്രം കണ്ണടച്ച് പ്രാർത്ഥിക്കേണ്ട. അതേസോദരം മറ്റെല്ലാ സമയം ദൈവമേ എന്ന് ഹൃദയത്തെ ഒരുമനപ്പെടുത്തുന്നില്ലേ, അവരാണ് വിടുവിക്കപ്പെടുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം വായിച്ചു നോക്കുക. വിശ്വാസത്താൽ ദൈവശക്തിയാൽ സിംഹങ്ങളുടെ വായടച്ചോ, തീയുടെ ബലത്തെ കെടുത്തി, നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി പീഡനങ്ങൾ അനുഭവിച്ചോ. എങ്കിലും ദൈവം അവർക്ക് രക്ഷകന്, അനന്യനായി, മാറാത്തവനായി, ചുമക്കുന്നവനായി, വഹിക്കുന്നവനായി കൂടെ ഇരുന്നില്ലേ? നരച്ചാലെ അങ്ങനെ ചുമക്കാം. നാം സേവിക്കുന്ന ദൈവത്തെ പോലെ ഭൂലോകത്തിൽ ആരും കിട്ടുകയില്ല കേട്ടോ. ഈ ശക്തിയിലും കൃപയിലും നിൽക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാത്രം ഒന്ന് പുതുക്കി പണിതാൽ മതിയാവും. നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട. ദൈവത്തോട് അനുദിനവും അതേ സ്തോത്രം പ്രാർത്ഥിക്കുന്ന സമയം, അതേ സ്തോത്രം. ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചു, കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട്. ദാനിയേലിന് ആ സമയം കിട്ടി. സ്തോത്ര. അതേ ദാവീദ് അതുപോലെ പ്രാർത്ഥിച്ചോ, ദാവീദിന് ആ സമയം കിട്ടി. നമുക്ക് സമയം കിട്ടും തോറും ദൈവസന്നിധാനത്തിൽ ചെല്ലുമെങ്കിൽ ഈ ശക്തി നമ്മുടെ മേലെ നിറഞ്ഞുകൊണ്ടിരിക്കാം. രക്ഷിക്കപ്പെടുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, ദൈവ മക്കളുടെ മേലെ ദൈവശക്തി. ഹല്ലേലൂയ. ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യം. ഒരുവന് ദൈവത്തിന്റെ കൃപ, അതേ സ്തോത്രം, അനേക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ശക്തി പകരുന്നതാണ്. ശിഷ്യരുടെ മനதை திடப்படுத்தி விசுவாசத்தினாலே நிலைத்திருக்கும்படி அவர்களுக்கு புத்தி சொல்லி நாம் अनेक உபத்திரவங்களின் வழியாய் தேவனுடைய ராஜ்யத்தில் பிரவேசிக்க வேண்டும் என்று சொன்னார். ദൈവ മക്കൾക്ക് പ്രതികൂലം വരും, അവിടെ എല്ലാം താങ്ങുന്ന ദൈവമാണ്. ഇവിടെ പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. അനേക അനർത്ഥങ്ങൾ വരും, എല്ലാത്തിനും വിടിവിക്കാം. അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പോകണം. എപ്പോഴും ദൈവത്തിൽ ഏകാഗ്രത പാലിച്ചു പോകുമെങ്കിൽ സ്വന്തമോ ബന്ധമോ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ ദൂതന്മാർ വന്ന് കൊണ്ടുപോയെങ്കിൽ ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവവേദൻ എന്തിന് ഭാരപ്പെടുന്നു? ലാസറിന് ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, ആരുമില്ല. ഒരു ധനവാനോട് ചെന്ന് ചോദിച്ചു, എനിക്ക് അരി കിടക്കാൻ സ്ഥലമില്ല. അവൻ പറഞ്ഞു, അവിടെ ഒരു പടിപ്പുര അവിടെ കിടന്നോന്ന് പറഞ്ഞു. ഞാനൊരു കഥയായി അത് പറയുന്നു. അവൻ ആ പടിപ്പുരയിൽ ചെന്ന് താമസിച്ചു. അവൻ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അത് നമ്മുടെ ധനവാന്റെ മേശയിൽ വീഴുന്നത് മതി, എനിക്ക് വേറൊന്നും വേണ്ട. എന്തോ
ധനവാന്റെ ഒരു ജോലിക്കാരൻ ആരോ ഒരാൾ ഇതിനെ കൊണ്ട് അങ്ങ് കൊടുത്തു. സന്തോഷത്തോട് അത് ഭക്ഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ പ്രാർത്ഥിച്ചും നിറഞ്ഞും ശാരീരിക വേദന നിമിത്തം പ്രാർത്ഥിപ്പാൻ വയ്യ, ശരിയായി കിടന്നുറങ്ങാനും വയ്യ, എങ്കിലും ദൈവമേ നിന്റെ ശക്തി എനിക്ക് സകലത്തിനും മതിയായതെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി സന്തോഷത്തോട് കഴിഞ്ഞ ജീവിതം. ഒരു സുപ്രഭാതത്തിൽ ഇതാ ദൂത സംഘം കടന്നു വരുന്നു. ദരിദ്രൻ മരിച്ചു, ദൂതന്മാർ അവനെ പർദീസയിൽ കൊണ്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വരുന്ന പ്രതിസന്ധികളെ ദൈവത്തിന്റെ ആത്മാവിനാൽ അതേ സ്വതന്ത്രം അതിനെ ഒന്ന് മാറയാകുന്ന ഈ അതേ പ്രതിസന്ധിയെ മധുരമാക്കിക്കൊണ്ട് അതേ കർത്താവിനായി ഒരുങ്ങി പ്രാഗൽഭ്യത്തോട് നിൽക്കാം. അതേ സ്വതന്ത്രം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. രണ്ട്, വിളിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. മൂന്ന്, ദൈവ മക്കൾക്ക് അതേ ദൈവശക്തിയാണത്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഏതൊരു വ്യക്തിക്ക് ക്രിസ്തുവിനെ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവശക്തിയാണ്. ഈ ലോക മനുഷ്യനോ ഒരു പ്രതികൂലം വരുമ്പോൾ അവൻ അതിലങ്ങ് അടിച്ചു പോകുന്നു. അതേ സ്വതന്ത്രം നീതിമാനോ വരുന്ന കഷ്ടം അനേകം ആയിരം എങ്കിലും ഹല്ലേലൂയ ദൈവമോ എല്ലാറ്റിനും പിടിപ്പിക്കാം. ദൈവം അവരെ എല്ലാറ്റിനും പിടിപ്പിക്കാം. യേശുവേ എന്നെ വിടുവിപ്പാ, യേശുവേ എന്നെ സഹായിപ്പാ. ഹല്ലേലൂയ. അവിടുത്തെ ശക്തി എനിക്ക് മതി കർത്താവേ എന്ന്. ഹല്ലേലൂയ. പകൽക്കാലം ദൈവസന്നിധാനത്തിൽ പറയുക, ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. യേശുവേ നിർമാനാഥവേ, യേശുവേ മതിയായവേ, അങ്ങേ അനന്യൻ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പാട്ട് പാടി ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ദയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പാടും നിന്റെ യേശുവിൻ എനിക്കത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പാടും യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം. ആവിയായിരും എന്നെ രക്ഷിപ്പാനായി തന്റെ ജീവനർപ്പിച്ചു. ആവിയായിരും എന്നെ രക്ഷിപ്പാനായി
സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, കർത്താവേ, പകൽക്കാലം ദൈവസന്നിധാനത്തിലായിരുന്നു കൊണ്ട് ഹല്ലേലൂയ ദൈവമേ, ക്രൂശിന്റെ വചനം ഹല്ലേലൂയ, നശിച്ചു പോകുന്നവർക്ക് പോഷത്വം ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തി ഹല്ലേലൂയ. ദൈവം ഒരു നാളും ദിനങ്ങളിൽ വചനം കിട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവശക്തിയിൽ വളരട്ടുന്നതാ, ദൈവ കൃപയിൽ വളരട്ടുന്നതാ, ദൈവിക വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തണമേ. പകൽക്കാലം ബലഹീനരായി വന്നിട്ടുള്ളവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അവർക്കെതിരായി വ്യാപരിക്കുന്ന മാനുഷിക പൈശാചിക ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. വ്യാധിയായിരിക്കുന്നവരെ വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പുതിയ സന്തോഷം, ഒരു പുതിയ ശക്തി ഹല്ലേലൂയ അവരുടെ മേലെ കടന്നു ചെല്ലട്ടപ്പ, പാഞ്ഞൊഴുകി വരട്ടപ്പ, ശക്തിയോട് ചെല്ലട്ട് കർത്താവേ. ഹല്ലേലൂയ. ആരും നിരാശിതരാകാതെ, ആരും ദുഃഖിതരാകാതെ ക്രിസ്തുവിൽ ഹല്ലേലൂയ കർത്താവേ കണ്ണുകളെ പതിച്ചിപ്പിച്ചും കൊണ്ട് ജീവിതം സന്തോഷകരമായി നയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോട് ഒരുമിച്ച് ആരാധിപ്പാനുള്ള പ്രിയപ്പെട്ടവർ ബലഹീനരായി ഭവനത്തിലായിരിക്കുന്നുണ്ട് കർത്താവെ, ദൂരസ്ഥലത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ എല്ലാവരെയും ദൈവ കരങ്ങളിൽ വയ്ക്കുന്ന കർത്താവെ, ദൈവത്തെ സൗഖ്യമാക്കണമേ, ദൈവത്തെ ശക്തീകരിക്കണമേ. ദൂരെയായിരിക്കുന്നവർ ഏത് നിലയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. അവിടെ ആത്മീക നിലവാരം ഹല്ലേലൂയ, അവിടെ ശാരീരിക അവസ്ഥകൾ ഹല്ലേലൂയ ദൈവമേ, അവിടെ ബുദ്ധിപരമായ ഹല്ലേലൂയ അവസ്ഥകൾ സകലത്തെയും യേശുവിന്റെ നാമത്തിൽ സ്വർഗം നിയന്ത്രിച്ച് ഹല്ലേലൂയ അവരെ സമാധാനത്തെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണമേ ദൈവമേ. ദൈവശക്തി, ഈ ശക്തി അവരുടെ മേലും വ്യാപരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനമാരെല്ലാം കേൾക്കുന്നു, അവിടെ മേലെ ദൈവശക്തി അനുദിനവും അനുദിനവും വ്യാപരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശേഷമായ മോഹനന്റെ കർത്താവേ സ്തോത്രം. ഭാര്യയോർത്ത് പ്രാർത്ഥിക്കുന്നു, സുഖമില്ലാതെ ആശുപത്രിയിലായിരിക്കുന്നു കേൾവിപ്പെട്ടു. സ്വർഗത്തിൽ ദൈവരെ സൗഖ്യമാക്കണമേ അപ്പ. അവിടുത്തെ വേല ചെയ്യുവാൻ ഇന്നുമാരെ ബലപ്പെടുത്തണമേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണമേ. ഹല്ലേലൂയ. ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനത്തെ ദൈവം പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്കായി കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. അവരുടെ ശക്തിക്കായി സ്തോത്രം, അവരുടെ കൃപയ്ക്കായി സ്തോത്രം അപ്പ. എല്ലാവരും ദൈവങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ആഴ്ച ജീവിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ മക്കൾ വാഹന യാത്രകൾ കർത്താവേ, ജോലി സ്ഥലത്തുള്ള യാത്രകൾ എല്ലാറ്റിൻ്റെയും നടുവിൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തൊഴിലില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കർത്താവേ നല്ല തൊഴിൽ നൽകണമേ കർത്താവേ. അവിടെ ആരോഗ്യത്തിനും ബലത്തിനും ഒത്തവണ്ണം ഹല്ലേലൂയ ദൈവർക്ക് തൊഴിലുകൾ നൽകി ഹല്ലേലൂയ ദൈവമേ ദൈവശക്തിയിൽ അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നാമത്തെ മഹത്വപ്പെടുത്താം കർത്താവ്. എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ, ജോലി ചെയ്യുന്നവരെ ഹല്ലേലൂയ, ജോലിക്കായി കാത്തിരിക്കുന്നവരെ എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ആരാധിക്കുന്നതിൻ്റെ മക്കൾ ഹല്ലേലൂയ, അവരുടെ മക്കൾ ഹല്ലേലൂയ എല്ലാവരെയും അവിടെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ എല്ലാവരെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ സഹവാസവും ആരാധിച്ച് മടങ്ങി പോകുന്ന പ്രിയപ്പെട്ടവരോടും ദേശത്തോടും സഭയോടും സകല വിശുദ്ധന്മാരോടും കൂടെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ.